അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും കുടുംബത്തിനും അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയ ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വലിയ യാത്രയുടെ ബാക്കി വശമായിട്ട് കൂടിയാണ് ഇന്ന് ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സൽക്കാരം ഒരുക്കിയിട്ടുള്ളത്. ഒരു അത്ഭുതപ്പെടുത്തുന്ന യാത്ര ബഹുമാനപ്പെട്ട അലി സാഹിബും സുബൈർ സാഹിബും അവരുടെ കുടുംബങ്ങളും കൂടി ഭാര്യ മക്കളും കൂടി ഇന്ത്യ മൊത്തത്തിൽ നടത്തി തിരിച്ചു വന്നതാണ്. കേരളത്തിൽ നിന്ന് സത്യത്തിൽ ഞാൻ 10-20 വർഷമായി കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് ആ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കാൻ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഇവർ യാത്ര ചെയ്തു വന്നതുപോലെയുള്ള ഒരു ടീമിന്റെ യാത്ര ആദ്യത്തെ. കാരണം ഉച്ചയ്ക്ക് തീരുമാനമെടുക്കുന്നു, രാത്രി ഒരുങ്ങുന്നു, പുലർച്ചെ പുറപ്പെടുന്നു. അങ്ങനെ ഫാമിലിയോടുകൂടി 2 കാറുകളിലായി ഇവിടെ നിന്ന് പുറപ്പെട്ട് കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ബീഹാർ, ബംഗാൾ, അങ്ങനെ ഹരിയാന, പഞ്ചാബ്, കാശ്മീർ വരെ എത്തിയിട്ട് തിരിച്ച് UP, ഉത്തരാഖണ്ഡും ഒക്കെ ടച്ച് ചെയ്ത് തിരിച്ച് കേരളത്തിലെത്തുക, റോഡ് മാർഗം യാത്ര ചെയ്യുക, അത് ഫാമിലിയോടുകൂടി ആവുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു സാഹസം തന്നെയാണ്. എങ്കിലും അൽഹംദുലില്ലാ ഈ കുടുംബത്തിന്റെ യാത്രയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ സന്തോഷം ദീനിയായ എല്ലാ ചിട്ടകളും കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള യാത്ര. നിസ്കാരങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ച് പള്ളി ഇല്ലാത്ത നാടുകളിലൂടെ ഓടിയ സമയത്ത് പള്ളി ഗൂഗിൾ മാപ്പിൽ തെരഞ്ഞ് പിടിച്ച് 4-5 കിലോമീറ്റർ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിൽ പോയി പള്ളി ഉള്ളിടത്ത് പോയി നിസ്കരിച്ച്, അതുപോലെ പോയ സംസ്ഥാനങ്ങളിലൊക്കെയും വഴികളിലൊക്കെയും അന്തി ഉറങ്ങുന്ന മഹാന്മാരെ മുഴുവനും സിയാറത്ത് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് കാര്യപ്പെട്ട എല്ലാ മഹാന്മാരെയും ഈ യാത്രയിൽ അവർക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റി. സുൽത്താനുൽ ഹിന്ദ് ഖാജ അജ്മീരി തങ്ങളടക്കം, അതുപോലെ ഖാജ ബഖ്തിയാർ കാക്കി ദഹ്ലവി തങ്ങളടക്കം, ഇമാമുദ്ദീൻ ദഹ്ലവി തങ്ങളടക്കം, അതുപോലെ സർഹിന്ദിലെ മഹാനരായ അഹമ്മദ് സർഹിന്ദി മുജദ്ദിദ് അൽ ഹുസാനി തങ്ങളടക്കം, കാശ്മീരിലെത്തിയിട്ട് ബാബ സുൽത്താനുൽ ആരിഫീൻ ഷെയ്ഖ് ഹംസൽ മഖ്ദൂം തങ്ങളടക്കം, ദാവൂദുൽ ഹാക്കി തങ്ങളടക്കം, അങ്ങനെ എങ്ങോട്ട് നോക്കിയാൽ പോയ വഴിയിലും തിരിച്ചു വരുമ്പോൾ ഹൈദരാബാദിലും ആന്ധ്രയിലും അങ്ങനെ തുടങ്ങി ഇന്ത്യയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എത്രയോ വലിയ വലിയ മഹാന്മാരെ ഈ കുടുംബം രണ്ടുമായി പോയിട്ട് സിയാറത്തും ചെയ്ത്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും കാശ്മീരിലും ആന്ധ്രയിലും ഒക്കെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളിൽ എല്ലാം സന്ദർശിച്ച് വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചെത്തി. ഇത്ര വലിയ 10-20 ദിവസം ഇന്ത്യയിൽ റോഡ് മാർഗം യാത്ര ചെയ്തിട്ടും ചെറിയ മക്കൾ ഇത് എന്നിട്ട് പോലും ആർക്കും കാര്യമായ ഒരു പ്രയാസവും ഇല്ലാതെ തിരിച്ചെത്തി എന്നത് അവരുടെ ആ ഒരു നീയത്തിന്റെയും ആ പോയ പോക്കിലും ഇബാദത്തുകളൊക്കെ കൃത്യമായി നിർവഹിച്ച് പോയതിലും മഹാന്മാരെ മുഴുവൻ സിയാറത്ത് ചെയ്ത് ആ ഒരു ഉദ്ദേശത്തോടു കൂടി പോയി വന്നതിലുമൊക്കെയാണ് ഒരു ക്ഷീണവും ഇല്ലാതെ റാഹത്തായി തിരിച്ചെത്താൻ അവർക്ക് പറ്റിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആത്മീയമായ സന്തോഷവും ആ ഒരു തർബിയത്തും ഗുണങ്ങളും എല്ലാം ഈ കുടുംബത്തിലും മക്കളിലും തലമുറകളിലും എല്ലാം അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. അങ്ങനെ നമ്മളെ ആ യാത്രയിൽ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ച വകയിലൊക്കെ അവിടെ കാശ്മീരിലെ നമ്മുടെ സ്ഥാപനങ്ങളിൽ എത്തിയപ്പോൾ ഈ മക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോ കാശ്മീർ എന്ന് പറഞ്ഞാൽ -ഡിഗ്രി തണുപ്പുള്ള സ്ഥലമാണ്. ഈ സമയത്തൊക്കെ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തൊക്കെ അവിടെ -10ഉം 13ഉം ആണ് അവിടുത്തെ തണുപ്പ്. അങ്ങനെയുള്ള തണുപ്പിൽ ഈ മക്കൾക്കൊന്നും മര്യാദയ്ക്ക് ജീവിക്കാനും പഠിക്കാനും ഒന്നും കഴിയില്ല. ആ സമയത്ത് നമ്മുടെ കാശ്മീരിലെ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ കുറേശ്ശെ പേരെയായിട്ട് ഇങ്ങനെ ഇവിടങ്ങളിലേക്ക് കൊണ്ടുവരില്ല. അങ്ങനെ ഇത്തവണ 30 വിദ്യാർത്ഥികളെ നമ്മുടെ നടപ്പറമ്പിലെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നു. ആ കുട്ടികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ അരീക്കൻ സുബൈറൊക്കെ പറഞ്ഞിരുന്നു, അവിടുന്ന് ഈ മക്കളെ കണ്ടപ്പോൾ ഇവര് ഇവിടേക്ക് 2-3 മാസം മാറും, ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഈ മക്കളെ ഈ വീട്ടിൽ കൊണ്ടുവരണം, ഇവിടുന്ന് ഭക്ഷണം കൊടുക്കണം, ദുആ ചെയ്യിക്കണം ഒക്കെ അവിടുന്ന് നമ്മൾ നിയത്താക്കിയതാണ്. ഈ മക്കളുടെയൊക്കെ നാടുകളും അവരുടെ വീടുകളും ഒക്കെ കണ്ടാൽ അറിയാം നമ്മുടെ കേരളക്കാർ എത്രയോ വലിയ അനുഗ്രഹം സിദ്ധിച്ചവരാണ്. ഗൾഫ് നാടുകളുടെ കാരണത്താലും അല്ലാതെയും ഒക്കെ നമുക്ക് കേരളത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാ നിലയിലും നമ്മൾക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. അതേസമയം ഈ പറയപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ സാധുക്കളുടെ അവസ്ഥ ആലോചിച്ചാൽ, അവരുടെ വീടുകൾ കണ്ടാൽ, അവരുടെ ജീവിത രീതികൾ കണ്ടാലൊക്കെ നമുക്ക് കണ്ണിൽ നിന്ന് കണ്ണീർ ഇറങ്ങി പോകും. അത്രയും ദയനീയമായ സാഹചര്യങ്ങളിലാണ് അവർ ജീവിക്കുന്നത്.
അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ അവിടങ്ങളിൽ സ്ഥാപനങ്ങൾ നടത്തിയിട്ട് ആ ചെറ്റക്കുടിലുകളിൽ നിന്നുള്ള മക്കളെയൊക്കെ പഠിപ്പിച്ച് നന്നാക്കി വളർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഖുർആൻ ഓതുകയും വളരെ മനോഹരമായി മദ്രസയൊക്കെ ചെയ്ത കുട്ടിയൊക്കെ കാശ്മീരിലെ ഏതോ ഉൾഗ്രാമത്തില് ജനിച്ചു വളർന്ന മക്കളാണ്. അവർക്ക് വിദ്യാഭ്യാസത്തിന് യാതൊരു അവസരവും ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ അവിടെ പോയി പ്രവർത്തിച്ച് ഈ മക്കളെയൊക്കെ മതപരമായും ഭൗതികമായും വളരെ നന്നായി പഠിപ്പിച്ച് വളർത്തുകയാണ്. ഈ കുട്ടികളൊക്കെ നാളെ ആ നാടുകളിൽ അവിടെ ഉള്ള മുസ്ലിമീങ്ങൾക്ക് വലിയ അത്താണിയായി നേതൃത്വമായി വളരും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ മക്കൾ ഈ വീട്ടിൽ വരാൻ അല്ലാഹുവിന്റെ ഒരു തീരുമാനമാണ്. റഹ്മാനായ റബ്ബ് ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങനെ അവിടങ്ങളിൽ പഠിക്കുന്ന, അവിടങ്ങളിൽ ജനിച്ചു വളർന്ന ഈ മക്കൾ കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അല്ലാഹു ചെയ്തെന്ന മറ്റൊരു അനുഗ്രഹം ഞാനൊരു അനുഗ്രഹമായി തന്നെ മനസ്സിലാക്കുകയാണ്. മുസ്ലിമീങ്ങൾ പല പേരിൽ പല സംഘടനകളായി പ്രവർത്തിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ സംഘടനയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാഗ്വാദം പ്രശ്നമൊക്കെ ഉണ്ടാകിപ്പോൾ അത് ഒരു ഹൈറാണ് എന്ന് നമുക്ക് മനസ്സിലാകൽ എപ്പോഴാണെന്ന് ചോദിച്ചാൽ പുറം സംസ്ഥാനങ്ങളിൽ പോയി നോക്കണം. ആരും ഇല്ലാത്ത, ആരും നോക്കാനും കാണാനും ഇല്ലാത്ത ഒരു പള്ളിയോ മദ്രസയോ പോലും ഒരു നാട്ടിലും മര്യാദക്കില്ലാത്ത നാടുകളിൽ പോയി നോക്കുമ്പോഴാണ് നമ്മളിവിടെ ചില അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്നാലും മത്സരിച്ച് സ്ഥാപനങ്ങളും സംവിധാനങ്ങളും കോളേജുകളും ഒക്കെ ഉണ്ടാക്കിയപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ അറിവ് കിട്ടാനുള്ള വഴികൾ ഒരുപാട് തുറന്നു. ഒരു മത്സര ബുദ്ധി അല്ലാഹു ഉണ്ടാക്കി തന്നു. ആ മത്സരത്തിലൂടെ ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി. അതൊരു വലിയ അനുഗ്രഹമാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവും അല്ലാഹുവിന്റെ ഹിക്മത്ത്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്കിയാൽ അവിടെ ആരുമില്ല. അവർക്ക് രാഷ്ട്രീയമായ നേതൃത്വമില്ല, അധികാര സ്ഥാനങ്ങളിൽ അവരില്ല, എവിടെയുമില്ല, വിദ്യാഭ്യാസമില്ല, സാമൂഹിക രംഗത്തില്ല, സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെ മുസ്ലിമീങ്ങൾ ഇപ്പൊ പുതിയ ഭരണകൂടത്തിന്റെ ഒരുപാട് ഭീഷണികളും അവർ നേരിടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇതുപോലെ ഒരുപാട് നല്ല ചുണക്കുട്ടികളായ മക്കൾ പഠിച്ച് വളരുന്നുണ്ട്. അല്ലാഹു അവർക്കൊക്കെ വലിയ കാവലും രക്ഷയും നൽകുമാറാവട്ടെ. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് മുഴുവനും അല്ലാഹു എല്ലാ ഷർറുകളിൽ നിന്നും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭരണകൂടത്തിന്റെയും അല്ലാതെ ഈ സമുദായത്തിന്റെ മക്കൾക്കെതിരെ നടക്കുന്ന സർവ്വഗൂഢതന്ത്രങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തി ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ ഇസ്സത്തോടെ ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അങ്ങനെ വളരെ അനുഗ്രഹീതമായ ഒരു യാത്രയുടെ ബാക്കി പത്രമായിട്ട് ഇന്ന് ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സൽക്കാരം ഒരുക്കിയതാണ് ഈ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. വെള്ളൂര് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വന്തം നാട് കൂടിയാണ്. ഞാൻ വെള്ളൂരുകാരൻ ആവുകയാണ്. ഇവിടെ അടുത്ത് വീട് വെക്കുന്ന കാര്യം എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഈ നാട്ടിലേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ കുറെ ആശങ്കകൾ ഉണ്ടാകും. സ്വന്തം നാട് വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യം തന്നെ. കാരണം അവിടെ ആയിരിക്കും നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കളും നമ്മുടെ കൂട്ടുകാരും നമ്മൾ ജനിച്ച നാട് മുതലുള്ള നമ്മുടെ എല്ലാ ബന്ധങ്ങളും അവിടെ ആയിരിക്കും. അവിടുന്ന് വിട്ടിട്ട് വേറെ നാട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരേ ആശങ്കകളൊക്കെ ഉണ്ടാകും. വെള്ളൂരിൽ വന്ന് സ്ഥലം എടുത്ത് വീട് വെക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഇവിടെ പരിചയങ്ങളൊന്നും വല്ലാതെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അൽഹംദുലില്ലാഹ് വന്ന് പണി തുടങ്ങിയത് മുതലൊന്നല്ല, ഈ നാട്ടിൽ കാല് വെച്ചത് മുതൽ ബന്ധപ്പെട്ട ഓരോ ആളുകളും വളരെയേറെ സ്നേഹമുള്ളവരും കരുതലുള്ളവരും. വീട് പണിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും വിദേശത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നിരന്തരം യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് പണിയുടെ കാര്യമൊന്നും കാര്യമായിട്ട് എനിക്ക് ശ്രദ്ധിക്കേണ്ടി തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ആളുകളും അൽഹംദുലില്ലാഹ് വളരെ സ്നേഹമുള്ള ഒരു നാട്, ഒരു ഐക്യമുള്ള നാട്, ഒരു ദീനി ചൈതന്യമുള്ള നാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിനെ ഇനിയും ഖിയാമത്ത് നാൾ വരെ നല്ല സന്തോഷവും ആത്മീയതയും നിറഞ്ഞ നാടാക്കി നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാവരെയും സന്തോഷം അറിയിക്കുന്നു. നമുക്ക് കുറച്ച് വ്യാകരണ മദഹ് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. ഈ നാട്ടിൽ നിന്ന് സുബൈറക്കയും അലീക്കയും മാത്രമല്ല, അതുപോലെ ഇതിന് മുന്നേയും ഇതിനോടൊപ്പം തന്നെയുമായിട്ട് നാസർക്ക, അതുപോലെ റഫീഖ് സാഹിബ്, ഉമർ സാഹിബ്, സുബൈർ സാഹിബ്, അങ്ങനെ കുറച്ച് പേര് നേരത്തെയും അവിടങ്ങളിലൊക്കെ നമ്മുടെ സ്ഥാപനങ്ങൾ സന്ദർശിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവർക്കും വലിയ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടും കുറച്ച് മദഹ് ചൊല്ലി നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഒക്കെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടും ഇൻഷാ അല്ലാഹ് ഒന്ന് ദുആ ചെയ്ത് ഭക്ഷണം കഴിച്ച് പിരിയാം. अल्लाह कबूल से मानवटे। आप लोग तो समझे नहीं होंगे, मैं आपके बारे में बोल रहा था। ये दोनों अली साहब